ഈസി ചിക്കൻ കറിയാണ്. അതിനായിട്ട് 4 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ചി, 2 പച്ചമുളക്, അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകവും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ അതുപോലെ നേരത്തെ ഇപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയും അതുപോലെ ഉപ്പും ഈ ഒരു ചെറുനാരങ്ങ കുരുവെല്ലാം മാറ്റിയിട്ട് നമ്മളിതുപോലെ പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇതുപോലെ 2 വലിയ സവാള എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി കൂടിയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി മസാല ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, അത് നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്